ഇന്ന് ഡൽഹിയിൽ നിന്ന് നിരവധി വാർത്തകളാണുള്ളത്. പ്രധാനമായും വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഇതിനോടൊപ്പം തന്നെ 14 ഹർജികളാണ് സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇപ്പോൾ RJD കൂടി സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുകയാണ്. RJD എംപിമാരാണ് ഇപ്പോൾ ഈ ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുവരികയും അത് നിയമമാക്കുകയും ചെയ്തത്. ഇതുകൂടാതെ തന്നെ മുസ്ലിങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അമിത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അമിതമായ ഒരു കടന്നുകയറ്റത്തിന് ഈ നിയമം വഴിവെക്കുമെന്നും RJD ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഹർജികൾ സുപ്രീംകോടതിക്ക് മുൻപാകെ പരാമർശിച്ചിരുന്നു. ഇത് പരിശോധിച്ച ശേഷം മറുപടി നൽകാമെന്നാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. അതിലൊരു മറുപടി ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക, അതിലെന്തായിരിക്കും സുപ്രീംകോടതിയുടെ തീരുമാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നൊരു വ്യക്തത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 2 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം ഇന്ത്യയിൽ നടത്തുക. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അദ്ദേഹം ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമാണ്. പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ചർച്ചകൾ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാചകവാതക സിലിണ്ടർ വില വർധനയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസമാണ് 50 രൂപ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പാചകവാതക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത്. ഉജ്ജ്വൽ യോജനക്കാർക്ക് 500-ൽ നിന്ന് 550 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഈ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പ്രധാനമായും നമുക്കറിയാം പെട്രോളിന്റെ എക്സൈസ് തീരുവയും 2 രൂപ കേന്ദ്ര സർക്കാർ കൂട്ടിയിരുന്നു. പ്രധാനമായും ഈ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും ജനങ്ങൾക്ക് അതിന്റെ ആനുകൂല്യം നൽകാതെ ഇത്തരത്തിൽ എക്സൈസ് തീരുവ അടക്കം കൂട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ആനുകൂല്യം നൽകാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രതിപക്ഷം അടക്കം വിമർശിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പാചകവാതക സിലിണ്ടർ വില അടക്കം കേന്ദ്ര സർക്കാർ ഉയർത്താനുള്ള സാഹചര്യമുണ്ടെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം നടത്താൻ പ്രതിപക്ഷം ആലോചിക്കുന്നതായുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിന്റെ അഹമ്മദാബാദിലെ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് വിശാല പ്രവർത്തക സമിതി യോഗത്തോടുകൂടിയാണ് ഈ സമ്മേളനം ആരംഭിക്കുക. ഏകദേശം 169 അംഗങ്ങളാണ് ഇന്നത്തെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസ് എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക? കാരണം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതിനടക്കമുള്ള കൃത്യമായ ചർച്ചകൾ ഈ അഹമ്മദാബാദ് സമ്മേളനത്തിൽ നടക്കും. അതുപോലെ തന്നെ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത ഈ സമ്മേളനത്തോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ഒരു മഹാറാലി അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 1700-ലധികം അംഗങ്ങളാണ്, കോൺഗ്രസ് അംഗങ്ങളാണ് പങ്കെടുക്കുക. എന്തായാലും കോൺഗ്രസ് അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പോവുകയാണ്. അതിന്റെ പ്രത്യേക സജ്ജീകരണമായിട്ടാണ് ഇപ്പോഴത്തെ അഹമ്മദാബാദ് സമ്മേളനം നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരള ഗവർണറുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ കേരളം നൽകിയ ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് എത്തുകയാണ്. കാരണം ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇതിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേരളം സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത്. കേരള മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് ഈ ഹർജികളുമായി കേരളം സുപ്രീംകോടതിയിൽ എത്തുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കും. രാഷ്ട്രപതിക്കെതിരെയും കേരളം ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ 2 ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാമെന്നൊരു വാക്കാൽ നിരീക്ഷണം സുപ്രീംകോടതി നടത്തിയിരുന്നു. ഇതിൽ കൂടുതൽ ആവശ്യങ്ങൾ ഇന്ന് കേരളം സുപ്രീംകോടതിയിൽ ഉയർത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.